ഇവിടെ എന്തോ ഒരു വലിയ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് സംഭവിക്കാൻ പോകുന്നുണ്ട്. ജീവശക്തി നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മറ്റൊരു ശക്തിയാണ്. മെയിനായിട്ട് ഇവിടെ ഡ്രഗ്സ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. 2 സെക്ഷുവാലിറ്റിയാണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ സമയത്ത് ഒരു നീല വെളിച്ചം കാണുന്നു. ഗുരു എന്ന് പറയുന്നത് നമ്മുടെ പിതാവിന് തുല്യവും ഒരു പക്ഷെ ദൈവത്തിന് തുല്യമായൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് പലപ്പോഴും നമുക്കത് കാണിച്ചു തരേണ്ടത്. ഗുരു നമ്മളോട് പറയാണ്, ഞാൻ ദൈവമാണ്, നീ ദൈവമാണെന്ന് നീ തിരിച്ചറിഞ്ഞോ? അതായത് നിൻ്റെ ഉള്ളിലെ ദൈവത്തെ നീ കണ്ടെത്തിയോ? അല്ലെങ്കിൽ നീ ദൈവമാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ചോദ്യമാണ് ഗുരു ചോദിക്കുന്നത്. അതായത് ഗുരു പറയുന്നത്, ഞാൻ നിനക്ക് വഴി കാട്ടുന്നതേ ഉള്ളൂ, കണ്ടെത്തേണ്ടതും എത്തിച്ചേരേണ്ടതും നീയാണ്. അല്ലാതെ നമ്മളൊരു കാര്യം കേട്ടുകൊണ്ട് അവിടെ ഇരുന്നാൽ അതിന് ഫലമില്ല. ചെയ്തു തുടങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. അതെ, വളരെ കറക്റ്റ് അല്ലേ? പലപ്പോഴും തെറ്റായ ഒരു ധാരണയാണ്. അതായത് ഗുരു എന്ന് പറയുന്നത് നമ്മുടെ പിതാവിന് തുല്യവും ഒരു പക്ഷെ ദൈവത്തിന് തുല്യമായൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് പലപ്പോഴും നമുക്കത് കാണിച്ചു തരേണ്ടത്. ഇതാണ് വഴി. ആ വഴി വളരെ കഠിനമായ വഴിയാണ്. ഇതെന്താ വളരെ എളുപ്പത്തിലൂടെ ഒന്നും നമുക്കിവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് പെയിൻ വന്ന് നമ്മുടെ കണ്ണുനീര് ഒരു പക്ഷെ ഒരാൾ പോലും കാണുപോലുമില്ല. നമ്മൾ കരയുന്നത് ഒരു ആർക്ക് പോലും മനസ്സിലാവില്ല. നമ്മൾ എന്തിനാ കരയുന്നത് പോലും നമ്മൾ ചിന്തിച്ചു പോകും. ഈ സിറ്റുവേഷനോട് എല്ലാം കടന്നു പോകണം. പലപ്പോഴും ഇവിടെ എന്ത് പറ്റുന്നത്, ഗുരുക്കന്മാർ പലപ്പോഴും കള്ളന്മാരാണെന്നും ഈ ഗുരുവിൻ്റെ ഒന്നും ഒരു കാര്യം നടക്കില്ല എന്ന് പറയുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുന്നത് ചേച്ചി? ഇവർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും എൻ്റെ അടുത്തും പല ആളുകളും വരാറുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളെ പോലെ നമ്മൾ അവരുടെ ആവശ്യങ്ങൾ നടത്തേണ്ടത് അവർ തന്നെയാണ്. അതിനൊരു മാർഗം കാണിച്ചു തരാം. ഇതാണ് വഴി, ഈ വഴിയിലൂടെ സഞ്ചരിക്കൂ, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ എത്തും. അതല്ലാതെ എൻ്റെ കടബാധ്യതയുണ്ട്, എന്തുകൊണ്ട് കടം വന്നു, അത് അന്വേഷിച്ച് പോകുമ്പോഴാണ് വേറെ പ്രശ്നം എടുക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഫാമിലി തകർന്നു പോയി, എന്തുകൊണ്ട് തകർന്നു പോയി, മനസ്സിലായോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു പയ്യൻ വിളിച്ചു, ചേട്ടാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ ഭാര്യയും മക്കളെല്ലാം പോയി, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുക, എനിക്ക് 40-45,000 ശമ്പളം ഉണ്ടായി, എനിക്ക് ചെറിയ ജോലിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ ശരിയോ? എന്നാൽ ആലോചിച്ച് നോക്കി. മുന്നിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ വീടിൻ്റെ അകത്ത് കയറി ഇരിക്കാനല്ലല്ലോ വേണ്ടേ. അത് നമ്മൾ ആരാണെങ്കിലും വീടിൻ്റെ അകത്ത് കയറി ഇരിക്കാനല്ല വേണ്ടേ. അതിന് ഫൈറ്റ് ചെയ്യാന്നുള്ള, അത് എന്തും ആവട്ടെ. നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും ബ്ലെസ്ഡ് ആയ ആളുകൾ അല്ലേ? കാരണം എന്താ, നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു. ഇതിന് വലുത് എന്താ ചേച്ചി? നമ്മൾ സമ്പാദിച്ച പണമോ നമ്മുടെ ബന്ധങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഇവർക്ക് ആർക്കും നമ്മളെ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ പറ്റില്ല. ഈ ബോധം എന്ന് വരുന്നു അന്ന് നമ്മൾ സ്പിരിച്വാലിറ്റിയോട് കിടക്കും. ശരിയല്ലേ? നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടും ഗുണമില്ല. ഇനി എത്ര വലിയ ഡോക്ടേഴ്സ് വന്നിട്ടും കാര്യമില്ല. നമ്മുടെ ജീവശക്തി നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മറ്റൊരു ശക്തിയാണ്. അതിന് നിലനിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു സ്പിരിച്വൽ രീതിയിലോട്ട് നമ്മൾ പോയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മറ്റുള്ള സാധാരണക്കാരെ ആളുകൾ ജീവിക്കുന്ന പോലെ അത്രയും സ്ട്രഗിളും ബുദ്ധിമുട്ടും ദുഃഖങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയി ഈ ഭൂമിയുടെ ഒരു ലോ ഉണ്ടല്ലോ, ദുഃഖം സന്തോഷം ദുഃഖം സന്തോഷം, ഈ വഴിയിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കണം. ഓക്കെ. പിന്നൊരു ചോദ്യം, റോജന് ധാരാളം ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഏജിലുള്ള ഈ കാലഘട്ടത്തിലെ കുട്ടികളും വിളിക്കുന്നുണ്ടാവുമല്ലോ, അവരെങ്ങനെയാണ് ഇതിനോടൊക്കെ ഒന്ന് റെസ്പോൺസ് കൊടുക്കുന്നത്? ആ ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരാളും കൂടിയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ കേട്ടോ. പുതിയ കാലഘട്ടത്തിലെ ഒരാളെന്നുള്ള ലെവലിലാണ് ഞാനും വിശ്വസിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും കുറേ ആളുകൾ വരാറുണ്ട് പുതിയ കാലഘട്ടത്തിൽ, ന്യൂ ജനറേഷൻ. അവരെല്ലാവരും ഒരു എനർജിയിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഈ നമ്മുടെ ടിപ്പിക്കലി ആയിട്ടുള്ള മതങ്ങളെല്ലാവരും ഇവരെ അടിമകളാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ബോധം ഇന്നത്തെ തലമുറയ്ക്ക് നന്നായി വന്നു. 3 മതങ്ങളിൽ പെട്ട ആളുകളും പുറത്തോട്ട് വന്നു. നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം, അതല്ലാതെ നമ്മൾ പണിയെടുത്തുകൊണ്ട് പോയി ഈ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സാധനത്തിലോട്ടൊക്കെ എത്തി. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷൻ കുറച്ചുകൂടി മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വളരെ പെട്ടെന്ന് ഷിഫ്റ്റ് ആവുന്നത്. നമ്മൾ ഒരു കാര്യത്തിനെ വിമർശിക്കാം. ഇപ്പോൾ പുതുതലമുറയുടെ ഒരു പ്രശ്നമാണ്, നമ്മൾ വിമർശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കാര്യം നന്നായി ചെയ്തു നോക്കണം, പ്രാക്ടീസ് ചെയ്യണം, അതിനുശേഷം വിമർശിച്ചോ. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരാളോട് ഞാൻ പറയുന്നതാ, നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കൂ, ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകും. അപ്പം നിങ്ങൾക്ക് എന്താ മാറ്റങ്ങൾ വരുന്നത്? എനിക്ക് വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. എൻ്റെ ഒരു കഴിവേ അല്ല. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ ദൈവത്തെ നീ കണ്ടെത്തിയോ, നിന്റെ ദൈവത്തെ നീ കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടി.
അതായിരിക്കാം ഒരു പക്ഷേ എനിക്ക് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം. പല അസുഖങ്ങളും ഹീലാവുന്നു, പല അത്ഭുതങ്ങളും സംഭവിക്കുന്നു, പല മിറാക്കിൾസും സംഭവിക്കുന്നു, പല സോൾ ഇഷ്യൂള്ള ആളുകൾക്ക് അത് റിലീസാവുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അത് എന്തായിരിക്കും സംഭവിക്കാനുള്ള കാരണം? എൻ്റെ അല്ല, അവരുടെ ഡെഡിക്കേഷനാണ്. അവർ കൃത്യമായി ആ എനർജിയെ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് അവരെ പൂർണ്ണമായും സമർപ്പിച്ച്, അതായത് എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ ഇന്ന മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഒരുത്തി ചിന്തിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വന്നോ, പൂർണ്ണമായി ശരിയാക്കി കൊടുക്കാം. എൻ്റെ അടുത്ത് ഒരു ദുഃഖങ്ങളും പറയണ്ട, എൻ്റെ അടുത്ത് അവരുടെ ഒരു രഹസ്യങ്ങളും പറയണ്ട, ഒന്നും പറയണ്ട. പറയുന്ന പ്രോസസ്സ് നന്നായി ചെയ്തു പോയാൽ മാത്രം മതി. ഇത് തന്നെ സ്പിരിച്വാലിറ്റി. അവരങ്ങനെ ആയി മാറുന്നില്ലേ? ഇപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്നൊരു കേസ്, പിതാവുമായി ഭയങ്കര പ്രശ്നമായിരുന്നു, അച്ഛനോട് ഭയങ്കര ദേഷ്യം, ചെറുപ്പത്തിൽ സംഭവിച്ചൊരു ട്രോമയാണ്. ഈ പെൺകുട്ടി ഇനി ഈ ലോകത്തുള്ള എന്ത് കാര്യം ചെയ്തിട്ട് എന്താ ഗുണം ചേച്ചി? സ്വന്തം പിതാവിനോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നു, ദേഷ്യം വെച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഉപദ്രവിച്ചിട്ടുണ്ടാവുന്നേ, ചിലപ്പോൾ ദ്രോഹിച്ചിട്ടുണ്ടാവും. പക്ഷേ പിതാവ് എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട്. നമ്മളെ ആ വ്യക്തിയുടെ മകളായിട്ട് നമ്മൾ ജനിക്കേണ്ടത് എവിടെയോ നിയോഗിക്കപ്പെട്ടൊരു വിഷയമാണ്. അതിനൊരു കാരണം കാണും. അപ്പോൾ ആ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പല ആളുകൾക്കും ദൈവം പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്നത് അതിനെ അവർ കണ്ടെത്തുമുണ്ടാവുന്ന ആനന്ദവും ആ സക്സസ്ഫുള്ളും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചേച്ചിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നിരുന്നെങ്കിലോ? ജീവിതത്തിന് ഒരു ത്രില്ലില്ല. അതെ, ത്രില്ല് മാത്രമല്ല, നമ്മൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഫീലിംഗ് തോന്നും. പലപ്പോഴും പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത പോലെ കാര്യങ്ങൾ ഇല്ലാണ്ടായി. അതുണ്ടാവില്ലെന്നേ. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അല്ലല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരും ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരും എൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും അങ്ങനെയാണ്. ഒന്നും വേണ്ട, ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതി. നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ, ഒരു വ്യക്തിയല്ലേ, ഒരു വലിയൊരു സോളല്ലേ. എന്താ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചു പോയത്? മനസ്സിലായോ? അപ്പോൾ നമ്മൾ മാത്രമൊന്നുമല്ല ഇവിടെ സ്ട്രഗിൾ അനുഭവിക്കുന്നത്, ഒരുപാട് മനുഷ്യരിന് ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചത്, ഈ ന്യൂ ജനറേഷനിലെ കുട്ടികൾ വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് റോജനോട് പറയാറ്? മെയിനായിട്ട് ഇവിടെ ഡ്രഗ്സ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. 2 സെക്ഷുവാലിറ്റിയാണ്. 3 ലൈഫ് ആനന്ദിക്കാനുള്ളതാണെന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് ഭയങ്കര കൂടുതലാണ്. ലൈഫ് സന്തോഷിക്കാനുള്ളതൊക്കെ തന്നെയാണ്, അതെങ്ങനെ സന്തോഷിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ലൈഫ് എങ്ങനെയും സന്തോഷിക്കാം. പിന്നെ ഇവർക്കൊന്നും ഈ ആൾദൈവങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. ഒരു എനർജിയിൽ വിശ്വസിക്കുന്നു, പോസിറ്റിവിറ്റിയിലും നെഗറ്റിവിറ്റിയിലും വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ ഇൻസ്റ്റാ റീലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് നിന്നായിരിക്കാം ഈ കാര്യങ്ങളെല്ലാം അവർ പിക്ക് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടം അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കൂട്ടം ആളുകളുണ്ട്. ഇവർ കൃത്യമായി സാധനങ്ങളിലൂടെ പോയി ബാബാജി പ്രത്യക്ഷപ്പെടുകയും ബാബാജി അനുഗ്രഹിക്കുകയും മറ്റു ഗുരുക്കന്മാരെ അനുഗ്രഹിക്കുകയും അതീന്ദ്രിയമായ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയും ഈ സോളുകൾ കാണുകയും ആ എനർജി സെൻസ് ചെയ്യുകയും അങ്ങനെ നടക്കുന്ന ഒരു യുവതലമുറ മറ്റൊരു സൈഡിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവർക്ക് എന്താ ഇവരുടെ ചുറ്റും നടക്കണമെന്ന് ഇവർക്ക് അറിയില്ല. അങ്ങനെ ഡിപ്രഷനായി പോയി. ഇപ്പോൾ എന്നെ ഒരു പെൺകുട്ടി വിളിക്കുക കോഴിക്കോട് നിന്ന്, എന്നെ കുറേ നാളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സാർ ഞാൻ സാറിന് കുറേ ആയി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന കാരണം കൊണ്ടാണ് കിട്ടാത്തത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ സമയത്ത് ഒരു നീല വെളിച്ചം കാണുന്നു. ഈ നീല വെളിച്ചം വന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഈ നീല വെളിച്ചം പിന്നെ അണഞ്ഞു പോകുന്നു. പിന്നെ മെഡിറ്റേഷൻ സമയത്ത് ആരും അടുത്ത് വന്നിരിക്കുന്ന ആൾക്ക് ഭയങ്കര നല്ല ഗന്ധമാണ്. എപ്പോഴും രാവിലെ മെഡിറ്റേഷൻ സമയത്ത് എയറിൽ ലിഫ്റ്റായി ഉയർന്നു പോയി. ആ സമയത്ത് ആരോ കയ്യിൽ പിടിച്ച് വലിച്ചു നിർത്തി. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. മെഡിറ്റേഷൻ പറഞ്ഞു തന്ന ഗുരുക്കന്മാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അത് തോന്നലാണെന്ന് വിചാരിച്ചു. ഈ നീല വെളിച്ചം വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങി. പാനിക്കായി പോയി. പ്രശ്നം എന്താണെന്ന് പറ്റി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പിന്നെ മെഡിസിൻ എടുത്തു, സൈക്കാട്രി മെഡിസിൻ എടുത്തു. പിന്നീട് നീണ്ട വർഷങ്ങൾ മെഡിസിൻ എടുത്തു. ഡിപ്രഷനായി പോയി. ഇവിടെ പറ്റിയത് എന്താണെന്ന് അറിയാമോ? പറഞ്ഞു കൊടുത്ത ഗുരുക്കന്മാർ ഗൈഡൻസിന്റെ ഒരു ഇഷ്യൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്നവർക്ക് അറിയാം എന്താണെന്ന്. ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും മെഡിറ്റേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് കിട്ടിയ ഒരു സോളിന് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. പറഞ്ഞു കൊടുത്ത മെഡിറ്റേഷൻ പറഞ്ഞു കൊടുത്ത ഗുരുക്കന്മാർക്ക് ഇത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. മനസ്സിലായോ? പറഞ്ഞു കൊടുക്കാൻ പറ്റിയപ്പോൾ ഈ പെൺകുട്ടി അത് എന്തോ നെഗറ്റീവ് ഇഷ്യൂ ആണെന്നും വിചാരിച്ചു, മരുന്നെടുത്തു. ആ സിദ്ധികളെല്ലാം കട്ടായി പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താന്ന്. അപ്പൊ ഈ മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കുക, മെഡിറ്റേഷൻ ആർക്കും പറഞ്ഞു കൊടുക്കാം.
ഒരുപാട് ടെക്നിക്കുകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മെഡിറ്റേഷൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം സൈക്കിക്കായിട്ട് വരുന്ന ഇഷ്യൂസും അത്തരത്തിലുള്ള അനുഭവങ്ങളും കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. അല്ലാതെ നമ്മൾ ഈ കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ആൾക്ക് അനുഭവം ഉണ്ടാവുള്ളൂ. ഉണ്ടായ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കിയുള്ള അനുഭൂതി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഒരു നീല വെളിച്ചം മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ പറഞ്ഞാൽ എന്താ ജ്യോതിയാണ് വരുന്നത്. നമ്മുടെ സോള് തന്നെയാണ് ഓപ്പോസിറ്റ്. ഇത് ആ അടുത്ത് വന്നിരിക്കുന്ന ആളുടെ പ്രസൻസ് വളരെ മുല്ലപ്പൂവിന്റെ ഗന്ധം എന്ന് പറയുമ്പോൾ അത് എന്തൊരു എനർജി ആയിരിക്കും അവിടെ വന്നിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം വളരെ നീണ്ട വർഷങ്ങളെടുത്ത് ചെയ്യുന്ന ആ പെൺകുട്ടിക്ക് നിസ്സാര ഏജ് ഉള്ളൂ, 10-24 വയസ്സുള്ളൂ. ഇത് വളരെ ചെറുപ്പത്തിൽ 10-16 വയസ്സുള്ളപ്പോൾ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടാവുന്ന പെൺകുട്ടികളുണ്ട്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ. ഇപ്പോൾ ഒരാളിപ്പോൾ ഞാൻ വന്ന് പറയാം എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു അത്ഭുതകരമായൊരു അനുഭവം ഉണ്ടായി എന്ന് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കൂട്ടുകാരോടോ ഒരു ഡോക്ടറിനോട് പറഞ്ഞവരെ ഉറപ്പായിട്ട് എനിക്ക് വട്ടാന്ന് പറയുള്ളൂ. ഇല്ലേ? അവരെനിക്ക് രണ്ടാമത് മരുന്ന് തരുള്ളൂ. ഇതിന് മറ്റൊരു തലമുണ്ടെന്ന് ഇവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ അടുത്തോട്ട് തന്നെ അവർ പോകണം. അപ്പോൾ ഈ പുതിയ തലമുറ ഉള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് ക്ലാരിറ്റി ചെയ്യാനും ഒരു സ്ഥലമില്ല. ഇതിന് വട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ഹാലൂസിനേഷൻ ആണ് അല്ലെങ്കിൽ ഡ്രീമിങ് സ്റ്റേജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാന്ന് നമുക്കറിയാലോ. ഇതങ്ങനെയല്ല. ഇത് മറ്റൊരു മേഖലയാണ്. നമ്മൾ കാണാത്ത, നമ്മൾ അനുഭവിക്കാത്ത, നമുക്ക് സ്പർശിക്കാൻ പറ്റാത്ത മറ്റൊരു ഡയമെൻഷനിലാണ് ഈ കാര്യങ്ങൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തം ചേഞ്ച്. വലിയൊരു ചേഞ്ച്. അതെ, വലിയൊരു ചേഞ്ച്. നമ്മൾ ഇതുവരെ കാണാത്തതും അനുഭവിക്കാത്തതുമായ ഒരു എവിടുന്ന് ഒരു ഊർജം, ഒരു എനർജി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സ്പ്രെഡ് ആവുന്നുണ്ട്, എല്ലാ മനുഷ്യർക്കും. എനിക്ക് തോന്നുന്നു ഒരു ഓപ്ഷൻ വെച്ചു കൊടുക്കുക. അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കൊളംബിയയിൽ ഒരു മെറ്റൽ ഒരു ഗോള് പറന്ന് നടന്നു. ആ പറന്ന് നടന്ന ഗോളം താഴെ വന്ന് വീണു. പിന്നീട് അത് ശാസ്ത്രജ്ഞന്മാരെടുത്തത് തപ്പിപ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ലിപിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ലിപി ഒരു ന്യൂസ് ഉണ്ട്, നിങ്ങൾ അടിച്ചു കിട്ടും കേട്ടോ പ്രേക്ഷകരെ. ആ ലിപിയുടെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താ? നിങ്ങൾ നിങ്ങളെ കണ്ടെത്തൂ, ഊർജ്ജ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കൂ, നിങ്ങൾ ആ തലത്തിലോട്ട് ഉയരൂ എന്നാണ് ആ ലിപിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ പക്ഷേ അന്യഗ്രഹ ജീവികൾ വിക്ഷേപിച്ചാണെന്നൊക്കെ പറയുന്നു. എന്നാൽ ആ ഗോളത്തിനകത്ത് ഒന്നും ഇല്ലതാനും, ഇത് പറന്ന് കളിച്ച് നടക്കായിരുന്നു. അതെന്ത് ഞാൻ കാണുന്നത് അത് വലിയൊരു മെസ്സേജായിട്ട് കാണുന്നു അതിന്. കാരണം ഒരു പക്ഷേ ഞാനൊന്നും വൈകിപ്പോയില്ല എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അയ്യോ വൈകിപ്പോയില്ലോ എന്ന് വിചാരിച്ചാണ്. എനിക്ക് തോന്നി ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഇതിലോട്ടെല്ലാം മാറിയതും. ഞാൻ പറയുന്നത് വട്ടാണെന്നും ചിലപ്പോൾ എനിക്ക് ഭ്രാന്താണെന്നൊക്കെ ആളുകൾ പറയുമായിരിക്കാം. പക്ഷെ അതൊരു പറയട്ടെ, കാരണം അത് അവർക്ക് അനുഭവം ഇല്ലല്ലോ. അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എല്ലാ മനുഷ്യരും വന്നിരിക്കുന്ന മെസ്സേജാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഈ പറയുന്ന തലം, ദൈവികമായ തലമോ സ്പിരിച്വാലിറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, എന്ന് വേണ്ട ഈ ഭൂമി എന്താണെന്ന്, ഈ മനുഷ്യരെന്താണെന്ന്, ഈ പ്രകൃതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്പിരിച്വാലിറ്റി അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ചേച്ചി പൈസ മുടക്കണ്ട, ഒന്ന് ആലോചിച്ച് നോക്കി. 1 രൂപ മുടക്കണ്ട, ഒരാളുടെ മുന്നിൽ പോയിരുന്ന് കരയണ്ട, ഒരാളുടെ ചീത്തവിളി കേൾക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഭയങ്കരമായിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, ഒരു മെഡിറ്റേഷൻ. ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? ഒരു രൂപങ്ങൾ വെക്കണ്ട, ശിവനോട് പ്രാർത്ഥിക്കണ്ട, ഗണപതിയോട് പ്രാർത്ഥിക്കണ്ട, ജീസസ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ ഒരു രൂപം വെക്കിരിക്കണ്ട. നിങ്ങൾ സ്വസ്ഥമായി നമ്മൾ പറഞ്ഞു തരുന്ന മെഡിറ്റേഷൻ കൃത്യമായി ചെയ്താൽ മാത്രം മതി. ഈ ലെവൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രത്തോളം സൗകര്യം മറ്റെന്തൊരു കാര്യം ചെയ്യുമ്പോഴും ചേച്ചി ഒന്ന് ആലോചിക്കണം, നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യണം. നമ്മളൊരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യണം, നമ്മളൊരു വിവാഹം കഴിക്കണം എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യണം, ഒരു ജോലിക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യണം. ഇത്രയും പോലും സ്ട്രഗിളിങ് ഇല്ലാതെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഇരുന്നിട്ട് 1 മണിക്കൂർ പോലും നമുക്ക് മനുഷ്യർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രസൻസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കും ആ ഗോളത്തിൻ്റെ അകത്ത് ഇത്തരമുള്ള മെസ്സേജുകൾ എഴുതി വെച്ചിരിക്കുന്നത്? അതായത് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കണം, നിങ്ങൾ കുറച്ചുകൂടി എനർജി ഹൈ ആവണം. അതിൻ്റെ അർത്ഥം എന്തോ സംഭവിക്കാനുണ്ട്, ഇല്ലേ? എന്തോ സംഭവിക്കാനുണ്ട്. അത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വലിയ സംഭവം ഒന്നും വിചാരിക്കണ്ട. എന്നാൽ നെഗറ്റീവ് എനർജി എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോസിറ്റീവായ കാര്യത്തിലോട്ട് പോകൂ,
സ്പിരിച്വാലിറ്റിയിലോട്ട് കടക്കൂ, നിങ്ങളെ ഊർജ്ജത്തെ കണ്ടെത്തൂ, നിങ്ങളുടെ അൾട്ടിമേറ്റ് സുപ്രീം പവറിലോട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഒരു വലിയ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് സംഭവിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ഭൂമിയിൽ.